മാക്രീസ് ഓൺ ദ റോഡ്. ഇത് നമ്മള് ഡേ സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ ഒരു ലേറ്റ് ബ്രേക്ക്ഫാസ്റ്റ് ആണ്. ഇന്ന് ഞങ്ങൾക്ക് രണ്ടാൾക്കും മുടക്കാണ്. സോ നേരത്തെ എണീക്കാൻ മടിയല്ല. ഇന്ന് ഗണേശ് ചതുർത്ഥിയാണ്, അതുകൊണ്ട് നമുക്ക് രണ്ടാൾക്കും ഒഴിവാണ്. അപ്പൊ ഞങ്ങൾ രാവിലെ എണീറ്റു, ജസ്റ്റ് ഒരു ചായ കുടിച്ചു, 2 ബിസ്ക്കറ്റ് കഴിച്ചു. എന്നിട്ട് ഇപ്പോഴാണ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണത്. ബ്രേക്ക്ഫാസ്റ്റിന് വന്നിട്ട് നമുക്കിന്ന് ദോശയും, ചൂട് ചൂട് ദോശ, പിന്നെ തക്കാളി ചട്നിയും, പിന്നെ പുഴുങ്ങിയ മുട്ട ആസ് യൂഷ്വൽ ആണ്. തക്കാളി ചട്നി ആവാൻ കാരണം സാമ്പാർ ഉണ്ടാക്കാനുള്ള ഭീകരമായ മടി, പിന്നെ തേങ്ങാ ചട്നിയേക്കാളും കുറച്ചുകൂടി ഇത് പ്രിഫറബിൾ ആയതുകൊണ്ട് ഇതുണ്ടാക്കും. സോ ഇന്നത്തെ ഇമ്പോർട്ടൻസ്, ഇന്ന് നമ്മളൊരു സ്ഥലം വരെ പോവുകയാണ്. എവിടെയാണ്? ചിക്പേട്ട്. ബാംഗ്ലൂർ മലയാളി എന്നല്ല, യൂഷ്വലി ബാംഗ്ലൂർ കറങ്ങാൻ വരുന്ന ഒരുവിധം എല്ലാവർക്കും അറിയുന്ന ഒരു സ്ഥലമാണ് ഈ ചിക്പേട്ട്. ഒരു ക്ലോത്ത്സ് മാർക്കറ്റ് ആണ്. അപ്പൊ അവിടെ പോകുന്നത് എന്തിന്, എന്തൊക്കെ മേടിക്കാൻ പോകുന്നു, വെയിറ്റ് ആൻഡ് സീ. അപ്പോ അവിടുന്ന് കാണാം. അപ്പൊ നമ്മളിവിടുന്ന് ഇറങ്ങുകയാണ്, സർവ്വസന്നാഹങ്ങളും കൂടിയിട്ട് പോണത്. അപ്പോൾ അവിടെ തിരികെ കാണാം. ഓക്കെ, ബൈ. നമുക്ക് ഈ കാണാവുന്നതാണ് ചിക്പേട്ട്. ചിക്പേട്ടിന് എന്തിനാണ് ഇത്ര പ്രശസ്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മെയിൻ ആയിട്ട് അവർക്ക് ഹോൾസെയിൽ റീറ്റെയിൽ ക്ലോത്ത് ഷോപ്പാണ്. നമുക്ക് പുറമേ കിട്ടാവുന്ന തുണികൾ തന്നെ വളരെ റേറ്റ് കുറവിൽ തന്നെ നമുക്ക് ഈ ചിക്പേട്ട് മാർക്കറ്റിൽ കിട്ടും. പിന്നെ അതിൻ്റെ കൂടെ തന്നെ അവർക്ക് ആക്സസറീസ് ഉണ്ട് അവിടെ അവൈലബിൾ ആയിട്ടുണ്ട്. അതൊരു മാർക്കറ്റ് വലുതാവുമ്പോൾ അതിനനുസരിച്ച് ചെറിയ ചെറിയ കടകളും വലുതാവുമല്ലോ. പക്ഷെ അവരുടെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് വസ്ത്രങ്ങൾ തന്നെയാണ്. നമ്മളും ഇവിടെ ഒരു തുണി അന്വേഷിച്ചാണ് വന്നിരിക്കുന്നത്. എന്താന്ന് ഇപ്പൊ കണ്ടപ്പോ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ, ബ്ലൗസ്. നേരത്തെ വില കുറവെന്ന് പറഞ്ഞപ്പോ എല്ലാ തുണിയും വില കുറവാന്ന് വിചാരിക്കരുത്. ഈ കടയിൽ 18,000 രൂപയ്ക്കുള്ള ഒരു ഹാൻഡ് വർക്ക് ചെയ്ത ബ്ലൗസും കണ്ടായിരുന്നു. ഞങ്ങൾ മേടിച്ച ബ്ലൗസും ഹാൻഡ് വർക്ക് ചെയ്തതാണ്. അതിൻ്റെതായ റേറ്റും ക്വാളിറ്റിയും ആ തുണിത്തരങ്ങൾക്ക് ഉണ്ട്. ഒരാള് ഇവിടെ പരിപാടിയാണ്. അപ്പോൾ ആ എക്സൈറ്റ്മെൻറ്റാണ് ഒരാൾ ഇവിടെ നിൽക്കുന്നത്. ഒരു ബ്ലൗസ് എടുത്തു. അവിടെ നമുക്ക് അങ്ങനെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അവിടെ ആകെ സ്ത്രീകളും കാര്യങ്ങളും തിരക്കായാൽ നമുക്ക് അങ്ങനെ വീഡിയോ എടുക്കാൻ പറ്റില്ല. അത് നമ്മൾ വീട്ടിൽ പോയിട്ട് അത് കാണിച്ചു തരാം. അവിടെ സിറ്റിങ് കാര്യങ്ങൾ ചെയ്യാണ്. നമുക്ക് തുടങ്ങുമ്പോൾ കാണിക്കാം. മൈലാഞ്ചി എന്ന് പറയുന്നത് ഒരു ഓർമ്മയാണ്. മൈലാഞ്ചി ഇടാൻ പണ്ടും വലിയ കഴിവില്ലാത്തതുകൊണ്ട് ചെറുപ്പത്തിലായാലും ഈ മൈലാഞ്ചി ട്യൂബ് മേടിച്ചാലും വെറുതെ ഉണ്ട വരയ്ക്കാനേ അറിയുള്ളൂ. ആ നേരത്ത് നോക്കുമ്പോഴാണ് ഈ ചേട്ടൻ ഇങ്ങനെ വഴിയിൽ മൈലാഞ്ചി പെട്ടികൾ പുറത്തേക്ക് എടുത്ത് വെക്കണത്. പുള്ളിയോട് അറിയാവുന്ന ഹിന്ദിയിൽ ചോദിച്ചപ്പോൾ ആൾ ആദ്യം മൈലാഞ്ചി ട്യൂബ് വിൽക്കാനാ നോക്കിയെങ്കിലും വീട്ടിൽ പോയിട്ട് എനിക്കത് ഇട്ടുതരാരും ഇല്ലാത്തതുകൊണ്ട് ചേട്ടൻ തന്നെ ഇട്ടോ എന്ന് പറഞ്ഞിട്ട് അവിടെ കയ്യും കാണിച്ചിരുന്നു. 2 കൈയിലും ഇത്ര കുറച്ച് ഇടുന്നതിന് തന്നെ അവർ 300 രൂപയാണ് പറഞ്ഞതെങ്കിലും റേറ്റ് കൂടുതലാണ്. എന്നാലും വേണ്ടില്ല, കുറേ കാലമായി കയ്യിൽ മൈലാഞ്ചി ഇട്ടിട്ട്. അതുകൊണ്ട് മൈലാഞ്ചി ഇടാനുള്ള ഒരു ആഗ്രഹത്തിന് ഇരുന്ന് കൊടുത്തതാണ്. പിന്നീട് ആ മൈലാഞ്ചി ഇട്ടിട്ട് തന്നെയാണ് ഞങ്ങൾ ഷോപ്പിംഗ് ചെയ്തതും. അതും നല്ലൊരു അനുഭവമായി. വളയൊക്കെ ഇട്ട് നോക്കണ നേരത്ത് മൈലാഞ്ചി ആവാതെ അത് ഇടാനും ഊരാനും ഒക്കെ അത്യാവശ്യം പാടായിരുന്നു. ഇവിടെ ബബ്ബി എന്നെ ഹെൽപ്പ് ചെയ്യാണ്. 2ാമത്തെ കയ്യിൽ മൈലാഞ്ചി ഇടാണ്ടി വരുന്ന എനിക്കറിയില്ലായിരുന്നു. ആൾ ഒരു കയ്യിൽ മാത്രം ഇടുന്ന വിചാരിച്ചേ. ആദ്യത്തെ കൈ കഴിഞ്ഞപ്പോഴാണ് മാഡം ദൂസരാ ഹാത്ത് എന്ന് പറഞ്ഞത്. എന്നാ ശരി, 2ാമത്തെ കൈയും കിട്ടിയതൊരു ബോണസ് എന്നുള്ള പോലെ അതും വെച്ചു കൊടുത്ത് ഹാപ്പി ആയിട്ട് ഇരിക്കുകയാണ് ഞാൻ. ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. കാരണം ഞാൻ പറഞ്ഞ പോലെ കുറേ കാലമായി കയ്യിൽ മൈലാഞ്ചി ഇട്ടിട്ട്. ഇനി നമുക്ക് മേടിക്കാനുള്ളത് വള മേടിക്കാനുണ്ട്, കമ്മൽ മേടിക്കാനുണ്ട്. ഓണമൊക്കെ അല്ലേ, ഒരുങ്ങാത്ത പെൺകുട്ടികൾ ഉണ്ടാവില്ലല്ലോ. അപ്പം നമ്മളും ആ ഹണ്ടിന് ഇനി ഇറങ്ങാൻ പോവുകയാണ്. ഇതാണ് എൻഡ് റിസൾട്ട്. ഇതാണ് ആള്. അടിപൊളിയായിട്ടുണ്ട്. ഞങ്ങൾ ഇത് വെച്ചിട്ടാണ് ഇനി നടക്കുന്നത്. ടാസ്ക് ആയിരിക്കും. അപ്പോൾ കാണാം. കൈന മുകളിൽ ഇതാക്കിയിട്ട് നടക്കുന്ന കുട്ടി
ഒരു രക്ഷയില്ല. ഒന്നുകൂടി തിരിഞ്ഞേ കൈ പിടിച്ചെടുക്കുന്നുണ്ടോ? തെണ്ടാൻ പോണെങ്കിൽ ഇങ്ങനെ പോണം. അതാണ് ഞങ്ങൾ. ഇനി ഈ കൈ വെച്ചിട്ട് വേണം നമുക്ക് ഷാൾ ഹണ്ട് ചെയ്യാൻ. ഈ കൈ വെച്ചിട്ട് മാത്രല്ല ഒരു കമ്മലും മേടിക്കാണ്ട് കേട്ടോ. ടാസ്ക് ആയിരിക്കും. നോക്കാം. നമ്മളപ്പോൾ ആദ്യം കമ്മൽ നോക്കാൻ വേണ്ടി കയറിയത് ഒരു 1 ഗ്രാം തങ്കത്തിൽ പൊതിഞ്ഞ കമ്മലുകളുള്ള ഒരു കടയിലായിരുന്നു. നമ്മൾ എന്നിട്ട് ഇവിടെ നിന്ന് തന്നെയാണ് ഒരു കമ്മൽ എടുത്തതും. കമ്മൽ നമ്മൾ വീട്ടിൽ പോയിട്ട് കാണിച്ചു തരുന്നതായിരിക്കും. ഇവിടെ അത്യാവശ്യം അടിപൊളി കളക്ഷൻസ് ആയിരുന്നു. കൊട്ടക്കമ്മലുകൾക്ക് തന്നെ വെറൈറ്റികൾ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ പോയത് ഒരു വളയുടെ കടയിലേക്കാണ്. അതും അവരൊരു ബാംഗിൾ ഷോപ്പ് സിൻസ് 1975 ഒക്കെയാണ്. അതിൻ്റെ കളക്ഷൻസ് അവിടെ ഉണ്ട്. വെറുതെ അല്ല അവർ ആ കട. നമ്മൾ കുറച്ചുള്ളിൽ പോയി ഗൂഗിൾ മാപ്പിലൊക്കെ സെർച്ച് ചെയ്തിട്ടാണ് ആ കടയിൽ എത്തിയത്. ഇപ്പം ഈ കാണുന്നത് മൊത്തം കുപ്പിവളകളാണ്. കുപ്പിവളകളിൽ ഇത്രയും വെറൈറ്റി കളക്ഷൻ ഉള്ളത് ഞാൻ എൻ്റെ എക്സ്പീരിയൻസിൽ ആദ്യമായിട്ടാണ് കാണുന്നത്. ചിലപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. അതുപോലെ തന്നെ അവർക്ക് അവിടെ മെറ്റൽ ബാംഗിൾസ് ഉണ്ടായിരുന്നു. എല്ലാ സൈസിലും ബാംഗിൾസ് അവൈലബിൾ ആയിരുന്നു. നമ്മൾ അവിടെ ചെന്ന് ജസ്റ്റ് ബാംഗിൾസ് സെലക്ട് ചെയ്താൽ മതി. അപ്പം നമുക്ക് അവിടുത്തെ പയ്യൻസ് പോയിട്ട് അവരുടെ ഗോഡൗണിൽ നിന്ന് അത് എടുത്തുകൊണ്ട് വരികയാണ് ചെയ്തത്. നമ്മൾ കളറും നമ്മുടെ ബാംഗിൾ സൈസും മാത്രമാണ് അവിടെ മെൻഷൻ ചെയ്യേണ്ടിയിരുന്നുള്ളൂ. ബട്ട് ദേ ഹാഡ് എ ഹ്യൂജ് വെറൈറ്റി ഓഫ് ബാംഗിൾസ്. ഞാൻ ശരിക്കും ചെന്നിട്ട് ഓ എന്നായി പോയൊരു നിമിഷമായിരുന്നു അത്. ഈ കാണുന്നത് മൊത്തം കുപ്പിവളകളാണ്. അത് അത്യാവശ്യം വെറൈറ്റി ഉണ്ട്. അതാണ് അവിടുത്തെ കൂടുതൽ കളർഫുള്ളിനേക്കാളും അട്രാക്റ്റീവ് ആക്കുന്നത്. ഇങ്ങനത്തെ കുപ്പികളൊക്കെ ഈ തിളങ്ങുന്ന മോഡൽ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇങ്ങനെ കണ്ടാൽ മെറ്റലാണെന്ന് തോന്നിക്കുന്ന കുപ്പിവളകൾ ആദ്യമായിട്ടാണ് കാണുന്നത്. പിന്നെ ഇതിനൊക്കെ റെയിൻ ഡ്രോപ്പ് ബാംഗിൾസ് എന്ന് പറയുന്നത് പിന്നീട് ഇൻസ്റ്റഗ്രാം അന്വേഷിച്ചപ്പോഴാണ് മനസ്സിലായത്. ഇതവിടുത്തെ നമ്മുടെ മെറ്റൽ ബാംഗിൾസിന്റെ കളക്ഷൻ ഞങ്ങളൊന്ന് ഷൂട്ട് ചെയ്തതാണ്. ഞങ്ങൾ അവിടുന്ന് കുപ്പിവളകളാണ് എടുത്തത്. കാരണം ഞാൻ ഓണത്തിന് കുപ്പിവള അന്വേഷിച്ചാണ് പോയത്. പിന്നെ അവിടെ അടുക്കി വെച്ചിരിക്കുന്നത് കാണാനും അത് തന്നെ ഒരു അഴകാണ്. ഇങ്ങനെ നമ്മളിവിടെ സാധാരണ കടകളിലും കാണുന്നത്, ഇങ്ങനെ അടുക്കി വെച്ചിരിക്കുന്നത് നമ്മളിവിടെ സാധാരണ കടകളിലും കാണുന്നതാണ്. ഇതൊക്കെ സാധാരണ മോഡലാണ്. പക്ഷെ ഞാൻ മൊത്തത്തിൽ ആ കടയിലുള്ള അവരുടെ കളക്ഷനും അതിൻ്റെ അറേഞ്ച്മെൻറ്റും അത് എടുത്തു തരുന്ന രീതിയും അവരുടെ നല്ല കസ്റ്റമർ കെയറും ഈ എല്ലാ ഫാക്ടേഴ്സും എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ ഗൂഗിൾ മാപ്പിലാണ് ഈ കട കണ്ടുപിടിച്ചത്. അല്ലെങ്കിൽ ഞങ്ങൾക്കും ഈ കട അറിയില്ലായിരുന്നു. അത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഇപ്പോൾ വളരെ ഇതും മേടിച്ച് ഞങ്ങൾ ഈ തെരുവിലൂടെ ചെന്നം പിന്നം നടക്കുകയാണ്. ഏകദേശം ഒത്ത നടുക്കിലൂടെ അപ്പുറത്തിപ്പുറത്തും വണ്ടികൾ പോകുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന പോലെ. അത്യാവശ്യം ഇവിടെ ഈ അത് മേടിച്ചു കൊടുക്കുന്നതാണ്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ കിടക്കട്ടെ. അപ്പോൾ അങ്ങനെ നമ്മൾ വീട്ടിലെത്തിയിരിക്കുകയാണ്. അപ്പോൾ എടുത്ത സാധനങ്ങളൊക്കെ എല്ലാവരും ആസ്വദിക്കുക. അവിടെ നിന്ന് ക്ലിയർ ആയിട്ട് നമുക്ക് കുറേ ഒന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ നമ്മൾ ഇവിടെ നിന്നിട്ട് എല്ലാം നിങ്ങൾക്ക് കാണിച്ചു തരാം. 1 by 1 ആയിട്ട് ഞങ്ങൾ കാണിച്ചു തരാം. ആദ്യം നമ്മൾ മേടിക്കാൻ പോയത് ബ്ലൗസ് ആണല്ലോ. അപ്പോൾ നമുക്ക് ബ്ലൗസിൽ നിന്ന് തുടങ്ങാം. ഒരു അടിപൊളി ഹാൻഡ് വർക്ക് ചെയ്ത റെഡ് ബ്ലൗസ് ആണ് മേടിച്ചത്. ഇതിന്റെ സാരി ഞാൻ ഓണത്തിന് റിവീൽ ചെയ്യാം. ഞാൻ ഉടുത്ത് കാണുന്നതിൻ്റെ ഒരു ഭംഗി ഞാൻ വെറുതെ കാണിക്കുമ്പോൾ ഉണ്ടാവില്ലല്ലോ. പക്ഷെ ബ്ലൗസ് നല്ല അടിപൊളി ഹാൻഡ് വർക്ക് ചെയ്ത ബ്ലൗസ് ആയിരുന്നു. അതിൻ്റെതായ പൈസയും അവർ മേടിച്ചു. എന്നാലും വേണ്ടില്ല, പർച്ചേസ് ഹാപ്പി ആയിരുന്നു. പിന്നെ നമ്മളൊരു കമ്മൽ മേടിച്ചു. ഇത് 1 ഗ്രാം തങ്കത്തിൽ പൊതിഞ്ഞ ആഭരണമാണ്. എന്തോ കണ്ടപ്പോൾ ആ ഡിസൈൻ നല്ല വെറൈറ്റി ആയിട്ട് ഫീൽ ചെയ്തു. ജുംക്ക തന്നെ, എന്നാലും ഒരു രസമുണ്ടല്ലോ. ഇതും ആ സാരിക്കും കമ്മലിനും അല്ല ബ്ലൗസിനൊക്കെ വേണ്ടി മേടിച്ചതാണ്. ഇതാണ് ആ കമ്മൽ. ഇനി വേറൊരു വെറൈറ്റി സാധനമുണ്ട്. അതാണ് ഏറ്റവും വെറൈറ്റി ആയിട്ട് ഞാൻ ഇന്നേ വരെ കണ്ടതിൽ ഏറ്റവും വെറൈറ്റി ആയിട്ടുള്ള, നിങ്ങൾ ഓൾറെഡി ആ വീഡിയോസ് ഇനീഷ്യലി കണ്ടിട്ടുണ്ടാവും. ആ കുപ്പിവളകൾ ഞങ്ങൾ ഏതൊക്കെ മേടിച്ചു എന്നുള്ളതാണ് ഇപ്പോൾ കാണിക്കുന്നത്. ഇത്രയും വെറൈറ്റി കുപ്പിവളകള് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. പലതരം കുപ്പിവള കണ്ടിട്ടുണ്ടെങ്കിലും ഇത്രയും ഭംഗിയുള്ള കുപ്പിവളകള് ഇതില് അവര് കടയിൽ എഴുതി വെച്ചിരിക്കുന്നത് സിൻസ് 1975 എന്നാണ്. അത് ഞാൻ വിശ്വസിക്കുന്നു. കണ്ടോ, സ്റ്റോണാണ്, പക്ഷെ ഇത് കുപ്പിവളയാണ്. ഇറ്റ്സ് നൈസ്. നൈസ് എന്ന് പറഞ്ഞാൽ പോരാ, ശരിക്കും ഓസം എന്നൊക്കെ പറയാൻ പറ്റും.
പിന്നെ എനിക്ക് ഈ വെറൈറ്റിയും നല്ല ഇഷ്ടമായി കുപ്പിവളകളിൽ. ഇതിന്റെ ഞാൻ 2 കളർ മേടിച്ചു. ഒന്ന് പച്ചയാണ്, പിന്നൊന്ന് എടുത്തത് ഈ റെഡാണ്. ഞാൻ മെറൂൺ ആണോ ആ പയ്യന്റെ അടുത്ത് പറഞ്ഞതെന്ന് എനിക്ക് സംശയമുണ്ട്. ബട്ട് എനിവേസ്, പിന്നെ ഞാൻ ഇങ്ങനത്തെ ഒരു വെറൈറ്റി മേടിച്ചിരുന്നു, അതിൻ്റെയും ഒരു റെഡ് എടുത്തു. ഈ വള എന്തിനാ മേടിച്ചതെന്ന് ചോദിച്ചാൽ പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ല, എനിക്ക് ആ ഡിസൈൻ ഇഷ്ടമായി, ഞാൻ മേടിച്ചു. ഇത് നമ്മൾ ഇന്ന് ഷോപ്പിംഗ് പോവാൻ മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഓണത്തിന് വേണ്ടിയിട്ടുള്ള ഓണത്തിനുള്ള പ്രിപ്പറേഷൻ ആണ്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ നമ്മൾ ഓൾമോസ്റ്റ് എല്ലാം സെറ്റാണ്. പിന്നെ 2 ദുപ്പട്ട മേടിച്ചായിരുന്നു. ഇത് മെയിൻലി മേടിക്കാൻ കാരണം ചുരിദാർ സ്കൂളിലോട്ട് ഇടുമ്പോൾ ദുപ്പട്ട കമ്പൽസറി ആണ്. സോ 2 ദുപ്പട്ടെ. അങ്ങനെ ഇന്നത്തെ പർച്ചേസ് കഴിഞ്ഞു. ടോട്ടലി സ്പെൻഡ് ടയേർഡ്, പക്ഷെ ഇറ്റ് വാസ് വർത്ത് എ ഡേ. മൈലാഞ്ചി കുറച്ചൊക്കെ ഉണങ്ങി, ഞാൻ പറിച്ചു കളഞ്ഞു. ഈ കൈ ഇത്രയും വൃത്തിയാകാൻ കാരണം ഭക്ഷണം കഴിച്ചു. അപ്പം അതെന്തായാലും കഴുകി. ഇതിന് കുറച്ചുകൂടി കഴിഞ്ഞ് ഉണങ്ങുമ്പോൾ കുറച്ചുകൂടി കളർ വരുമായിരിക്കും. ഭർത്താക്കന്മാർ സ്നേഹിക്കുന്നുണ്ടെങ്കിലാണ് ഭാര്യമാരുടെ മൈലാഞ്ചി നല്ല കളർ വരികയെന്നാണ്. നമുക്ക് നാളേക്ക് അറിയാം എന്താ അവസ്ഥ എന്നുള്ളത്. അത് നമുക്ക് ഇട്ടൊരു വെപ്പ്. അപ്പൊ ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നമ്മൾ അടുത്ത് കാണുന്നത് ഓണത്തിനാവും. അത് ഞങ്ങൾ ഓണത്തിന് അന്ന് തന്നെ വൈകിട്ട് തന്നെ വീഡിയോ എഡിറ്റ് ചെയ്ത് ഇറക്കാം എന്നുള്ളൊരു ഉദ്ദേശമാണ്. അപ്പോൾ എല്ലാവരും ഓണസദ്യ, ഞങ്ങളുടെ ഓണം വിശേഷങ്ങൾ, ഞങ്ങളുടെ ഓണം കോസ്റ്റ്യൂം, പിന്നെ ഇതൊക്കെ ഇട്ടിട്ട് ഒരുങ്ങിയിട്ട് ഞങ്ങളെ കാണണ്ടേ. അപ്പോൾ അതിന് അന്ന് തന്നെ വൈകിട്ട് തന്നെ നമ്മൾ വീഡിയോ ഇറക്കും. അപ്പോൾ എല്ലാവരും സ്റ്റേ ട്യൂൺഡ്. Ta-da! Ta-da!